പെൻഷൻ ബോർഡ് പുനഃസംഘടിപ്പിക്കാത്തതിനാൽ മെയ് മുതൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഈ കാലയളവിൽ വിരമിച്ചവരും പെൻഷൻ റോളിൽ എത്തിയിട്ടില്ല. 400-ലധികം പേർക്കാണ് പെൻഷൻ ലഭിക്കാനുള്ളത്. പെൻഷൻ ബോർഡ് പുനഃസംഘടിപ്പിക്കാത്തതിനാൽ മെയ് മുതൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഈ കാലയളവിൽ വിരമിച്ചവരും പെൻഷൻ റോളിൽ എത്തിയിട്ടില്ല. 400-ലധികം പേർക്കാണ് പെൻഷൻ ലഭിക്കാനുള്ളത്. UDFനുള്ളിലെ വീതം വായ്പ തർക്കമാണ് പെൻഷൻ ബോർഡ് ഉൾപ്പെടെയുള്ളവ പുനഃസംഘടിപ്പിക്കാൻ തടസ്സമാകുന്നത്. കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച പെൻഷൻ ബോർഡ് അംഗങ്ങൾ മെയ് ആദ്യവാരം രാജിവെച്ചു. ഇതിനുശേഷം ലഭിച്ച അപേക്ഷകൾ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുകയാണ്. പുതിയ ബോർഡ് രൂപീകരിച്ചാൽ മാത്രമേ അപേക്ഷകൾ പരിഗണിച്ച് പെൻഷൻ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ ബോർഡ്, നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്, വെൽഫെയർ ബോർഡ്, സഹകരണ പരീക്ഷാ ബോർഡ്, സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ ചെയർമാനും വൈസ് ചെയർമാനുമില്ല. റിസ്ക് ഫണ്ട് ബോർഡിലും വെൽഫെയർ ഫണ്ട് ബോർഡിലും മാരകരോഗം ബാധിച്ചവരുടെ നിരവധി അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. വെൽഫെയർ ഫണ്ട് ബോർഡിൽ 6000-ലേറെ അപേക്ഷകളുമുണ്ട്. നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ടിലേക്ക് പുതിയ സഹകരണ സംഘങ്ങളെ ചേർക്കുന്നതും തടസ്സപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ ബോർഡ് പുനഃസംഘടിപ്പിക്കാത്തത് മെയ് മുതൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് വൻ അടിയാണ്. ഇതുവരേക്കും പെൻഷൻ ലഭിച്ചിട്ടില്ല. 400-ലധികം പേർക്കാണ് ഇനി പെൻഷൻ ലഭിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.